ഹലോ ഗൈസ്, സോ നമ്മൾ ഇന്നേ കച്ചവടത്തിൻ്റെ പുതിയൊരു യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കോട്ടയത്താവുള്ളേ, നമ്മൾ നേരെ കോഴിക്കോടേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:30 നമ്മളൊരു 2 മണി ആവുമ്പോൾ നൈറ്റ് കോഴിക്കോടെത്തും. അവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2-3 പേരെ കാണാനുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ക്യാമറ ഷൈ ആയിട്ടുള്ള ആളുകളുണ്ട് കേട്ടാ. ഇതാ പോലെ അടുത്തത് ഇതാ കേരടാ, വണ്ടിയിട്, സെറ്റി. നമ്മൾ ഇന്നത്തെ യാത്രയ്ക്ക് നമ്മൾ ഇവനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കൊമ്പൻ, റോഡ് നിറഞ്ഞു നിൽക്കുവൻ. ആക്ച്വലി നമുക്കേ ഇതാണ് എനിക്ക് സൗകര്യവും ഇഷ്ടവും ഇതാണ്. കാരണം നമുക്ക് തോന്നുന്നത് പോലെ എടുത്തുകൊണ്ട് പോവാം, തോന്നുന്നത് പോലെ വരാം, യാതൊരു വിഷയവുമില്ല. ഈസി ടു ഹാൻഡിലാണ്. സേഫ്റ്റി ഒന്നുമില്ല, ഒന്ന് തട്ടിയാൽ പേപ്പർ പോലെ കീറിപ്പോവും. നമുക്ക് പലതവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ യാത്ര നമ്മൾ ഇതിൽ പോകാൻ കാരണമുണ്ട്. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഒരു സപ്ലയേഴ്സിനെയും കൂടെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് പോലെ നമുക്ക് യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഫുൾ ആയി കഴിഞ്ഞാൽ ഞാൻ നിന്നെ നല്ല സൂപ്പറായിട്ടൊരു എൻട്രി നിനക്ക് തരുന്നതായിരിക്കും. ആക്ച്വലി ഹി ഡിസേർവ്സ് എ ഗുഡ് എൻട്രി. ഓക്കെ, നമ്മുടെ ലൈഫിലേക്ക് ഒരു ബിഗ്ഗസ്റ്റ് സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഞാൻ നീ പറഞ്ഞ രാജാവും അവൻ എടുത്തതാണ്. ഓക്കെ, എന്നെക്കാലം 3 വയസ്സ് ഇളയതാണ്. അവൻ എടുത്ത രാജാവിൻ്റെ പുറത്ത് കയറിയാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എൻ്റെതൊന്നുമില്ല, നമ്മളെല്ലാം അറിയതിരിഞ്ഞങ്ങോട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഇത്തയുടെ വീടാണ്. ഇവിടെ അനിയനുണ്ട്, ഇത്തയുണ്ട്. നമ്മുടെ എല്ലാ പ്രോബ്ലംസിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല കേട്ടോ. ബിസിനസ് അതിൻ്റെ സ്ട്രെസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കിടയിൽ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അത് നമ്മൾ കുടുംബ ബന്ധം നമുക്ക് തരുന്ന കുടുംബം നമുക്ക് ഞാൻ പല സമയത്തും പല സിറ്റുവേഷനിലും നമ്മൾ വീടുകളിൽ നിന്ന് മാക്സിമം മാറി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് അതൊക്കെ ആയിരുന്നു ഭയങ്കര സന്തോഷം തരുന്നതെന്ന് അപ്പോൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ റെസ്പോൺസിബിലിറ്റീസിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ കുടുംബം നമുക്ക് തരുന്ന സുഖം നമുക്ക് മനസ്സിലാവുന്നത്. സോ നമ്മുടെ ഈ സ്ട്രെസ്സിൻ്റെയൊക്കെ ഇടയിൽ നമ്മളിവിടെ വന്ന് നമ്മുടെ ഇത്താമാരുമായിട്ട് ഉമ്മ ഇപ്പോൾ ഇവിടെയാണ്, അപ്പോൾ ഉമ്മയായിട്ട് പിന്നെ ഇവനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രത്യേക സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് കോഴിക്കോടേക്ക് തിരിക്കാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് തിരിക്കാൻ നിന്നതാണ്. ഇപ്പോൾ സമയം 6:30 ആവുന്നു. സോ അതാണ് കാരണം, റീസൺ അതാണ്. ഇവിടെ നിന്ന് ഇവരുമായിട്ടൊക്കെ നിൽക്കുന്ന കഴിയുമ്പോൾ നമുക്ക് പയ്യെ ഇറങ്ങാൻ തോന്നും. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു ചായ ഉണ്ട്. ഇനി ആ ചായയും കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുകയാണ്. ബാക്കി ഞാൻ എന്തിനാണ് പോകുന്നതെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കയറി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോട് യാത്ര പറയുന്ന ചടങ്ങാണ്. വല്ലാതെ പോയിട്ട് വരാം. ഹലോ, പോയിട്ട് വരാം. ഓക്കെ, ഇത് എൻ്റെ മൂത്ത താത്തി ഇത്തി വിഷമത്തിലാണ്. കാരണം പറയല്ലാതെ വല്ലാത്തിൻ്റെ ഓഫർ ലെറ്റർ വന്നു. കാരിറ്റാസ് ഹോസ്പിറ്റൽ പേര് മെൻഷൻ ചെയ്യുന്ന കുഴപ്പമില്ല. വല്ലാത്തി കൊടുത്ത ഓഫറിൽ വല്ലാത്ത അത്ര ഹാപ്പി അല്ല. ഫേമസ് ഗൈനക്കോളജിസ്റ്റാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ആളെ മീറ്റ് ചെയ്യാം. എന്ത് ചെയ്യാൻ, വല്ലാത്തിൻ്റെ സാലറി പാക്കേജ് വല്ലാതെ ഹാപ്പി അല്ല. ഇത് നമ്മുടെ എൻ്റെ ഇളയത്താണ്. സെക്കൻഡ് വൺ കുഞ്ഞി എന്താണ് കുഞ്ഞി? അനസ്തേഷ്യസിസ്റ്റ് ആണ്. കറക്റ്റ് പറ. അനസ്തെറ്റിസ്റ്റ് ആണ് എൻ്റെ കുഞ്ഞിയാണ്. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് വൺ. പിന്നെ എൻ്റെ ഏറ്റവും താഴെയുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ഞാൻ കാണാൻ പോകുന്നതിൽ ഒരാൾ എൻ്റെ വാപ്പയാണ്. പാപ്പയെ കാണിക്കാൻ പറ്റത്തില്ല. പാപ്പയെ കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം വാപ്പ ഒരു പവർഫുൾ മാനാണ്. ഞാൻ കണ്ടുള്ള ഏറ്റവും പവർഫുൾ മാൻ. ഇപ്പോൾ ഈ അടുത്ത് പാപ്പ പെരുന്നാളിനെ പള്ളിയിൽ വെച്ചിട്ട് പാപ്പക്ക് ചെറിയൊരു കാലിനൊരു വീഴ്ച വീണു. 2 കാലിന് പൊട്ടലുണ്ടായി. സോ വാപ്പയെ ഞാൻ കാണിക്കില്ല, ആ രീതിയിൽ വാപ്പയെ കാണിക്കില്ല. വാപ്പ ഒരു വലിയ സർജറിയൊക്കെ ഒരു കാലിൽ ചെയ്യേണ്ടി വന്നു. പക്ഷേ വിത്തിൻ ഒരു 40 ഡേയ്സിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ വാപ്പ പറന്നുയരും അല്ലേ വാപ്പ? അപ്പോൾ അതിനുശേഷം വാപ്പയെ കാണിക്കത്തുള്ളൂ, അല്ലാതെ ഈ അവസ്ഥയിൽ വാപ്പയെ കാണിക്കാൻ പറ്റത്തില്ല. ഇതാണ് എൻ്റെ എൻ്റെ വാവക്കുട്ടി, എൻ്റെ ഉമ്മച്ചി. ഓക്കെ, സോ നമുക്ക് എന്താണ് മനസ്സിലായില്ല. ഇതൊരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ളതുപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് ചാനലുണ്ട്. സോ അതിനകത്ത് ബിസിനസ് വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നൊരു ബിസിനസ് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അതിന് മുമ്പായിട്ട് വീട്ടിൽ നിന്ന് യാത്ര പറയുന്ന ചടങ്ങാണ്. ഓക്കെ, പോയിട്ട് ഓക്കെ അപ്പാ. സോ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്.